ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അടിപൊളി ഒരു വീടാണ്. നമ്മളെ ഫോട്ടോ കണ്ടപ്പോൾ പുല്ല് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പുല്ല് ഇതിൻ്റെ ഇടയിൽ ഈ മഴക്കാലത്ത് കുറേ ആവശ്യമില്ലാത്ത പുല്ലിൻ്റെ ഇടയിൽ മുളച്ച്, അപ്പോൾ അത് കാരണം പുല്ല് ചെത്തി വെട്ടി നിർത്തിയേക്കണാണ്. ഇതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ കൂട്ടാവും, ഒന്ന് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ കൂട്ട് തന്നെയാവും. ഇപ്പം 2 ദിവസമായിട്ടുള്ളത് വെട്ടിയിട്ട് ഉണ്ടോ, ഇതൊരു മഴ നനഞ്ഞ് കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ കൂട്ട് തന്നെ. പഠിപ്പൂരേക്കുള്ള നല്ല സെറ്റപ്പ് ഒരു വീട്. ഈ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനാണ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ നിന്ന് ഒരു 500 മീറ്ററും കൂടി മുന്നോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മെയിൻ സിറ്റിയാണ്. അത്രയും സെറ്റപ്പുള്ളൊരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതേ കൊടുത്ത് അടിപൊളി വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണേ പ്ലീസ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിട്ട് പോവാം. അതിപ്പോൾ ചെത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ഇടയിലേ ഈ ആവശ്യമില്ലാത്ത ചെടികളില്ലേ, അത് കുറച്ച് മുളച്ചു വന്നായിരുന്നു. കാരണം ഈ മഴ പെയ്യുമ്പോഴേക്കും ഈ കിളികളൊക്കെ കൊണ്ടുവന്നിട്ട് കിളിയുടെ കാഷ്ടത്തിൽ നിന്നൊക്കെ വീണ ഇതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ വീണിട്ട് അങ്ങനെ മുളച്ചു തന്നെയാണ്. എന്താ ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എന്താ കായ്ഫലമുള്ള മരങ്ങളാണ്. അടിപൊളി മാവ് കാര്യങ്ങൾ, നല്ല ഭംഗിയുള്ള എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെ പറയാം. ഔട്ട് ഹൗസ് വരെയുണ്ട്. സർവൻറ്റിനൊക്കെ താമസിക്കാൻ വേണ്ടി, ഡ്രൈവർക്കും സർവൻറ്റിനൊക്കെ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ്. അപ്പോൾ അത് കാരണം ആ ചെടിയൊക്കെ വെട്ടിക്കണം. ആ ചെടി മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ അതേ ലുക്ക് തന്നെയാവും. പിന്നെ ഇതിൻ്റെ ഈ ഇൻ്റർലോക്കൊക്കെ ഇട്ടേക്കണതൊക്കെ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ചൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വരെ പളവളാന്ന് തിളങ്ങും. ഇതാണ് ഔട്ട് ഹൗസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഔട്ട് ഹൗസ് ഉണ്ട്. ചെറിയതൊന്നുമല്ല, സാധാരണ ഒരു വീടിൻ്റെ അത്ര ഉണ്ട് ഔട്ട് ഹൗസ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഔട്ട് ഹൗസ്. പിന്നെ ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഏരിയ ഉണ്ട്. ഡ്രസ് വർക്കൊക്കെ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ആ സൈഡിൽ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരം ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. ഞാൻ ആ ഫ്രണ്ടിൽ ചെന്നിട്ട് അതൊക്കെ കാണിച്ചു തരാം. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം, അത്രയും സൗകര്യമുണ്ട്. 40 സെൻറ്റ് സ്ഥലമുണ്ട്. 40 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം. ഇത് കണ്ട കാർ പോർച്ച് ഫ്രണ്ടിൽ തന്നെ ഒരെണ്ണമുണ്ട്. ഇവിടെ നമുക്കൊരു വലിയ വണ്ടി തന്നെ പാർക്ക് ചെയ്യാം. പിന്നെ ഇപ്പുറത്ത് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ 2 വണ്ടി ഇപ്പം തന്നെ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അണ്ട് ഈ ഒരു സൈഡിലത്തെ പുല്ല് മാത്രം കളഞ്ഞിട്ടില്ല. അണ്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വേറെ ചെടികൾ മുളച്ചു വന്നേക്കണുണ്ടോ. ഇതേ കൂട്ട് വന്നാറാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇനി വീണ്ടും നല്ലത് മുളച്ചു വരും. കണ്ടോ വീടിൻ്റെ ഒരു ലുക്ക് കണ്ട, അടിപൊളി ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി ലുക്ക് ഒരു വീടാണ്. ഇതിൻ്റെ അകത്തൊരു 2-3 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു പോർച്ച് പുറത്തുണ്ട്. പിന്നെ അത് ഈ താഴത്തൊരു എന്താ കിളിത്തട്ട് അങ്ങനെ എന്താണ് പറയാം.